യൂണിറ്റുകളും സജ്ജമാക്കിയതായി ആർമി വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ദൃശ്യങ്ങൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു എക്സിൽ പങ്കുവച്ചിരിക്കുന്നു. പാകിസ്ഥാൻ പൂഞ്ചിൽ വീണ്ടും നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാറിന്റെ ലംഘനം നടത്തിയിരിക്കുന്നു. ഇന്ത്യൻ ആർമി വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ ആർട്ടിലറികൾ ഉപയോഗിച്ച് പീരങ്കികൾ ഉപയോഗിച്ച് ഭീംബേർ ഗലിയിൽ നിന്ന് വെടിയുതിർത്തിരിക്കുന്നു എന്നാണ്. പൂഞ്ച് രജൌരി ഏരിയയിലും ഇപ്പോൾ ആക്രമണം നടന്നതായി ഇന്ത്യൻ ആർമി സ്ഥിരീകരിക്കുന്നു. അതിന് കൃത്യമായ മറുപടി കാലിബ്രേറ്റഡ് മാനറിൽ നൽകുന്നു എന്ന് ഇന്ത്യൻ ആർമി വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിലെ 9 കേന്ദ്രങ്ങൾ നേരെയാണ് നടന്നത്. ഇന്ത്യൻ ആർമിയുടെ ഓപ്പറേഷൻ സിന്ദൂർ 9 കേന്ദ്രങ്ങൾ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പാക് അധിനിവേശത്തുള്ള പ്രദേശങ്ങളിൽ ആണ് പ്രധാനമായും ആക്രമണങ്ങൾ നടന്നിട്ടുള്ളത്. പാകിസ്ഥാനിൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല, തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമാണ് ആക്രമണം ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം വളരെ കൃത്യവും എന്നാൽ തുടർന്ന് നീക്കങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതുമായ ഒരു ആക്രമണം നടന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. പാകിസ്ഥാൻ്റെ മിലിറ്ററി ഇൻസ്റ്റലേഷനുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള വളരെ കൃത്യമായൊരു ആക്രമണമാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത്. തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രം ആണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഇന്ത്യൻ ആർമി തുടർച്ചയായി ഇത്തരം ആക്രമണങ്ങൾ നടത്തിയ, അതായത് ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തിയ തീവ്രവാദികൾക്കെതിരെ ശക്തമായ പ്രതികരണമുണ്ടാകും എന്ന് വ്യക്തമാക്കുന്നു. ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് പാകിസ്ഥാൻ്റെ സൈനിക വക്താവ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരിയും ഇന്ത്യ ഈ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിക്കുന്നു. കോട്ട്ലി, ബഹാവൽപൂർ, മുസഫർബർ എന്നീ 3 കേന്ദ്രങ്ങളിൽ പ്രധാനമായി ആക്രമണം നടന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷാവസ്ഥ ശക്തമാകുന്നു. ബഹാവൽപൂരിലെ മിസൈൽ ആക്രമണം നടന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നു. കോട്ട്ലി, മുസഫർബാദ് എന്നിവിടങ്ങളിൽ ആക്രമണം നടന്നതായി ഉള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്നാൽ ഇത് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയല്ല, കൃത്യമായ തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് എന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഇന്ത്യൻ ആർമിയുടെ ട്വീറ്റ് വരുന്നു. നീതി നടപ്പിലാക്കിയിരിക്കുന്നു, ജയ് ഹിന്ദ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പോസ്റ്റ് ഇന്ത്യൻ ആർമി ഷെയർ ചെയ്തിരിക്കുന്നത്. മൾട്ടിപ്പിൾ ലൗഡ് എക്സ്പ്ലോഷൻസ് ഇൻ POK എന്ന അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പാക് അധിനിവേശ കാശ്മീരിൽ തുടർച്ചയായുള്ള സ്ഫോടനത്തിൻ്റെ ശബ്ദങ്ങൾ കേട്ടു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും ശക്തമായൊരു ആക്രമണം പ്രതികരിച്ചിരിക്കുന്നു രാജ്യം എന്നതിൻ്റെ തെളിവ് പുറത്തു വന്നിരിക്കുന്നു. അപ്രതീക്ഷിതമായൊരു ആഘാതം പാകിസ്ഥാൻ നേരെ നടത്തിയിരിക്കുന്നു. പാക് ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ അതിശക്തമായ നീക്കമാണുള്ളത്. പാക് മീഡിയ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അതിശക്തമായ ആക്രമണമാണ് സൈന്യത്തിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. 3 പേർ മരിച്ചു എന്ന ചില അനൌദ്യോഗിക വിവരം കൂടി പാക് മീഡിയ പങ്കുവെക്കുന്നുണ്ട്. വ്യാപക നാശനഷ്ടമുണ്ടായെന്ന കാര്യം അവർ കൂടി സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ഡിഫൻസ് സംവിധാനങ്ങൾ അതീവ ജാഗ്രതയാണ് അതിർത്തിയിൽ പുലർത്തുന്നത്. പ്രത്യേകിച്ച് വ്യോമ മേഖലയിലുള്ള അറ്റാക്ക് എന്ത് തരത്തിലുണ്ടായാലും അതിനെ നേരിടാൻ സജ്ജമായ സംവിധാനങ്ങൾ ഒരുങ്ങുകയാണ്. കാരണം മിസൈലുകൾ അതിർത്തി കടന്നു വന്നാൽ അതിനെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്നതിനുള്ള സംവിധാനം, അത്തരത്തിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നീക്കമാണ്. തിരിച്ചടി ഉണ്ടായാൽ നേരിടാൻ സൈന്യവും സജ്ജമാകുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും പാകിസ്ഥാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഔദ്യോഗിക വിശദീകരണം കൂടി വരേണ്ടതുണ്ട്. ശക്തമായ നീക്കം ഉണ്ടാവുന്നു. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കം കൂടിയാണ് ഇതിൽ ഉണ്ടാവുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനകം തന്നെ സർക്കാർ കേന്ദ്രങ്ങൾ തന്നെ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള നിലപാടുകളും സ്വീകരിക്കുന്നു എന്നതാണ്. സ്ഥിരീകരണങ്ങൾ കൂടി പുറത്തു വരുന്നുവെന്നും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഭാരത് മാതാ കി ജയ് എന്നതാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത്. ഇതിന് സമാനമായ പല നീക്കങ്ങളും മറ്റു മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഇന്നലെ രാത്രി 11 മണിക്ക് സംയുക്ത സേനാ മേധാവിയും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനൊടുവിലാവണം ഒരുപക്ഷെ അതിസുപ്രധാനമായ സൈനിക നീക്കത്തിന് തയ്യാറാവാൻ രാജ്യം തയ്യാറായിരിക്കുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം.
പുഞ്ച് മേഖലയിൽ ഒരു വനിത കൊല്ലപ്പെട്ടു എന്ന ചില അനൗദ്യോഗിക വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാൻ മേഖലയിൽ ഇത്തരത്തിൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ നീക്കമുണ്ട്. ഒരുപക്ഷെ ഈ ഒരു യുദ്ധ നീക്കം തന്നെ വന്ന സാഹചര്യത്തിൽ വരുന്ന വാർത്തകൾ കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഔദ്യോഗിക വാർത്തകളെ മാത്രം നമുക്ക് ആശ്രയിക്കേണ്ടി വരും. ആ തരത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലെല്ലാം പലതരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും സ്ഥിരീകരണമില്ലാത്ത ദൃശ്യങ്ങളാണ്. ഇന്ത്യയുടെ തിരിച്ചടി സൈന്യം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ പ്രധാനപ്പെട്ട സാഹചര്യം കൂടി ഉണ്ടാവുന്നു എന്നത് ഇന്ത്യയുടെ നീക്കത്തിൻ്റെ പ്രധാനപ്പെട്ട സാഹചര്യം കൂടിയാണ്. എന്തായാലും അതിസുപ്രധാനമായ നീക്കമാണ് ഉണ്ടാവുന്നത്. ഹെവി ഷെല്ലിംഗ് നടക്കുന്നു അതിർത്തി മേഖലകളിൽ ഇപ്പോഴും എന്നതാണ് അറിയാനാവുന്നത്. ആ തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതിർത്തി മേഖലകളിൽ ഇന്ത്യൻ സൈന്യം നടത്തുന്ന നീക്കം അതിസുപ്രധാനമാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ നീക്കത്തിലൂടെ 9 പാക് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ സൈനിക നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. പെഹൽഗാമിന് മറുപടി എവിടെയെന്ന ചോദ്യത്തിന് ഇന്ത്യ മറുപടി നൽകുന്നു. ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ സൈനിക നീക്കം കൂടിയാണ്. ഇന്ത്യൻ സേനയുടെ നീക്കങ്ങൾ ഏതു നിമിഷവും തിരിച്ചറിയാനുള്ള സംവിധാനമുണ്ടെന്ന് ആയിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ. പക്ഷേ അത്തരം എയർ ഡിഫൻസ് സംവിധാനങ്ങളെ മുഴുവൻ മറികടന്നുകൊണ്ടാണ് ഇന്ത്യയുടെ മിസൈലുകൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ചെന്ന് പതിച്ചിരിക്കുന്നത് എന്നതുകൂടി ശ്രദ്ധേയമായ കാര്യമാണ്. അതായത് അത്തരത്തിൽ റഡാർ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടിയാണ് ഈ സേനയുടെ നീക്കമുണ്ടായിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനകം പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇന്ത്യ നടത്തിയ സൈനിക നീക്കവും അത് ആ മേഖലയിലുണ്ടാക്കിയ ഭീകര കേന്ദ്രങ്ങളിലുണ്ടാക്കിയ നാശനഷ്ടവും. അതിശക്തമായ സൈനിക നീക്കം ഇന്ത്യ നടത്തുന്നു എന്നതാണ്. തിരിച്ചടി ഉണ്ടായാൽ നേരിടാനുള്ള അതീവ ജാഗ്രത അതിർത്തി മേഖലകളിൽ സൈന്യം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും ജനങ്ങൾക്ക് സമാനമായ ജാഗ്രതാ നിർദ്ദേശവും കൈമാറിയിട്ടുണ്ട്. ഇതിനകം തന്നെ അതിർത്തി മേഖലകളിൽ ബങ്കറുകൾക്കുള്ളിലാണ് ജനങ്ങൾ സജ്ജമായി അവർ കഴിയുകയാണ്. കാരണം ഏത് തരത്തിലുള്ള സാഹചര്യവും ഉണ്ടായാൽ നേരിടാൻ സജ്ജമാവണമെന്ന് പ്രദേശവാസികൾക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള തയ്യാറെടുപ്പുകളാണ് അതിർത്തി മേഖലകളിൽ നടന്നിരിക്കുന്നത്. എന്തായാലും തിരിച്ചടിച്ചു ഇന്ത്യ. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യം നടത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ നീക്കം അതിപ്രധാനപ്പെട്ടതാണ്. ഇന്ന് രാജ്യത്തിൻ്റെ മേഖലകളിലെല്ലാം എല്ലാ മേഖലകളിലും മോക്ക് ഡ്രിൽ, ഏത് അടിയന്തര സാഹചര്യം ഉണ്ടാവണമെങ്കിലും മോക്ക് ഡ്രിൽ പോലെയുള്ള സംവിധാനങ്ങൾ സജ്ജമാവാൻ നിർദ്ദേശം നൽകിയ ശേഷം ഇന്നലെ രാത്രിയിൽ തന്നെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ തിരിച്ചടിക്കുകയായിരുന്നു സൈന്യം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നീക്കം അതിപ്രധാനമാണ് എന്നതാണ് സാഹചര്യം. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം അതിസങ്കീർണമായ സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ ഏതു സമയവും ഒരു യുദ്ധമുണ്ടായേക്കാം എന്ന ഒരു പ്രതീതി കുറേ ദിവസങ്ങളായി തന്നെ ഉണ്ടായിരുന്നു. പെഹൽഗാമിലെ സംഭവങ്ങളിൽ ഇന്ത്യ NIA ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നു. ഒപ്പം തന്നെ അവിടെ വെടിവെപ്പ് നടത്തിയ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. ഇതിനിടയിൽ കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് ഇന്ത്യ തിരിച്ചടിക്കുന്നു ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ എന്നതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്കൊപ്പമുണ്ട്. പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്കൊപ്പം നിലപാടെടുത്തിട്ടുണ്ട്. UN പ്രമേയം പോലും ഇന്ത്യക്ക് അനുകൂലമാണ്. ഇങ്ങനെ പൊതുവിൽ ലോകരാജ്യങ്ങൾക്ക് മേൽ നയതന്ത്ര തലത്തിൽ വലിയൊരു മേധാവിത്യം നേടിയതിനു ശേഷം സൈനിക നീക്കം നടത്തുക, ഇതായിരുന്നു ഇന്ത്യയുടെ തന്ത്രം. ആ തന്ത്രം തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തുന്നത്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഓപ്പറേഷനിലൂടെ പുതിയൊരു സൈനിക നീക്കമാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. ഇന്ത്യൻ പ്രഹരം വളരെ ശക്തമാണെന്ന് പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സുബാനുള്ള പള്ളിക്ക് സമീപത്താണ് ആദ്യ സ്ഫോടനം ഉണ്ടായത്. ബഹാവൽപൂർ, അഹമ്മദ് ഈസ്റ്റ് ഏരിയയിലും കോട്ടിയിലും മുസാഫർബാദിലും ആണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുന്നു. പാകിസ്ഥാനും സമാനമായ രീതിയിൽ എയർഫോഴ്സിൻ്റെ ജെറ്റ് വിമാനങ്ങൾ രംഗത്തിറക്കിയതായി അവിടെ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഏതായാലും ശക്തമായി ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു. കോട്ട്ലി, ബഹാവൽപൂർ, അഹമ്മദ്പൂർ ഈസ്റ്റ്, ബാഗ്, മുസാഫർപൂർ, അതുപോലെ മുർദിക് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ശക്തമായ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 3 പാകിസ്ഥാനികൾ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. 12ഓളം പേർക്ക് പരിക്കേറ്റതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നു.
ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസിന്റെ ഡയറക്ടർ ജനറൽ പാകിസ്ഥാന്റെ സൈനിക വക്താവായ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷറീഫ് ചൗധരി തന്നെയാണ് ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ശക്തമായ ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു എക്സിൽ പങ്കുവയ്ക്കുന്നു. അതുപോലെ ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപ് ഈ വിഷയം തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതായി പറയുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അല്ലെങ്കിൽ ആക്രമണം വളരെ പെട്ടെന്ന്